നമസ്കാരം. പ്രധാന വാർത്തകൾ. ചരിത്ര പ്രാധാന്യമുള്ള രായിരനെല്ലൂർ മല പൊതുസ്വത്തായി സംരക്ഷിക്കണമെന്ന കവയത്രി സുഗതകുമാരി. മലകളും കുന്നുകളും ഇടിച്ചു നിരത്തുന്നതിന് സർക്കാർ കൂട്ടുനിൽക്കരുതെന്നും സുഗതകുമാരി. പെരിന്തൽമണ്ണയിൽ കുന്നിടിച്ചു നിരത്തി ഹൌസിംഗ് പ്ലോട്ടുകളാക്കുന്നത് എരവിമംഗലത്തെ വ്യവസായ എസ്റ്റേറ്റിനോട് ചേർന്ന സ്ഥലം. വ്യവസായ പ്ലോട്ടുകൾ പാട്ടത്തിന് നൽകാൻ നഗരസഭാ തീരുമാനം. പരാതി കേൾക്കാനും നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളാനും ഉദ്യോഗസ്ഥരില്ലാതെ താലൂക്ക് സഭകൾ. പെരിന്തൽമണ്ണയിൽ ചുരുക്കം ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും. ഒറ്റപ്പാലത്തും മണ്ണാർക്കാടും പരാതി പ്രളയം. ഒറ്റപ്പാലം തോട്ടക്കരയിൽ മഞ്ഞളിപ്പ് രോഗം ബാധിച്ച നെൽകൃഷി കർഷകർ വേണ്ടെന്ന് വെച്ചു. 75 ഏക്കർ സ്ഥലത്തെ നെൽകൃഷി ഉഴുതുമറിച്ചു. മണ്ണാർക്കാട് ദേശീയപാതയിൽ വാഹനാപകടങ്ങൾ പതിവായിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ല. ശനിയാഴ്ച ഒരു KSRTC ഇടിച്ചു തെറിപ്പിച്ചത് നിർത്തിയിട്ട 3 വാഹനങ്ങൾ. ഒരാഴ്ചയ്ക്കിടെ ഉണ്ടായത് 5 അപകടങ്ങൾ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ചരിത്രപ്രസിദ്ധമായ രായിരനെല്ലൂർ മല പൊതുസ്വത്തായി സംരക്ഷിക്കണമെന്ന കവയത്രി സുഗതകുമാരി. മലകളും കുന്നുകളും ഇടിച്ചു നിരത്തുന്നതിന് സർക്കാർ ഒരിക്കലും കൂട്ടുനിൽക്കരുത്. മലകളും കുന്നും നെൽപ്പാടങ്ങളുമെല്ലാം നമുക്ക് പൈതൃകമായി ലഭിച്ച സമ്പത്താണെന്നും സുഗതകുമാരി പട്ടാമ്പിയിൽ പറഞ്ഞു. രായിരനെല്ലൂർ മല ഇടിച്ചു നിരത്തിക്കൊണ്ടിരിക്കുന്നു. നാറാണത്ത് ഭ്രാന്തന്റെ പേരിൽ വളരെ പവിത്രമായി കരുതുന്ന ആ ഒരു മല വളരെയധികം ഇടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരധികാരമില്ലാത്ത എന്നെ പോലെയുള്ളവർ ഇതിൻ്റെയൊക്കെ പുറകെ വളരെ മനസ്സ് ചുട്ട് അരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, നിവേദനം നൽകിക്കൊണ്ടിരിക്കുന്നു, കോടതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് സർക്കാരിനോട്, ബഹുമാനപ്പെട്ട സർക്കാരിനോടും അധികാരസ്ഥാനത്തിരിക്കുന്നവർക്കും MLA-മാരോടും ഒക്കെ പറയാനുള്ള ഒന്നാണ്, ഇതൊക്കെ പൊതുസ്വത്താണ്. ഇതൊന്നും സ്വകാര്യ ഉടമകൾക്ക് ഇഷ്ടം പോലെ ചൂഷണം ചെയ്യാനുള്ളതല്ല. രാജ്യത്തിന്റെ പൈതൃകമായ ഈ വിധത്തിലുള്ള മലകളെ, കുന്നുകളെ, പുഴകളെ, കുളങ്ങളെ, തണ്ണീർത്തടങ്ങളെ, വയലുകളെ എല്ലാം സംരക്ഷിക്കേണ്ടവർ അതിനെതിരായി നിൽക്കുന്നവർക്ക് കൂട്ടുനിൽക്കരുത്. അരുത് എന്ന് പറയാനുള്ള ശബ്ദം നിങ്ങളുടെ എല്ലാവരുടെയും കണ്ഠത്തിൽ നിന്ന് ഉയരണം. ഞങ്ങളത് കാത്തു നിൽക്കുന്നു. പെരിന്തൽമണ്ണ നഗരസഭയുടെ എരവിമംഗലത്തെ വ്യാവസായിക എസ്റ്റേറ്റിനോട് ചേർന്ന സ്ഥലം സ്വകാര്യ വ്യക്തികളുടെ നേതൃത്വത്തിൽ കുന്നിടിച്ച പ്ലോട്ടുകളാക്കി വികസിപ്പിക്കുന്ന പ്രവൃത്തി ആശങ്കകൾക്ക് ഇടയാക്കുന്നു. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇവിടെ കൂടുതൽ വില്ലകൾ ഉയരുമെന്ന ഉറപ്പാണ്. വില്ലകൾ നിർമ്മിക്കുന്നതോടെ വ്യവസായ എസ്റ്റേറ്റിൽ ഭാവിയിൽ തുടങ്ങുന്ന സംരംഭങ്ങൾക്കെതിരെ എതിർപ്പുകൾ ഉയരുമെന്ന ഉറപ്പാണ്. വ്യാവസായിക സംരംഭങ്ങൾ തുടങ്ങാൻ ലക്ഷ്യമാക്കി പെരിന്തൽമണ്ണ നഗരസഭ ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കിയാണ് എരവിമംഗലത്ത് 1998 ഭൂമി ഏറ്റെടുത്തത്. പാതായ്ക്കര വില്ലേജിലാണ് വ്യാവസായിക സംരംഭങ്ങൾക്ക് നൽകാനായി ഏറ്റെടുത്ത ഭൂമി. ഈ ഭൂമിയിൽ പ്ലോട്ടുകൾ അനുവദിക്കുന്നതിന് കൂടുതൽ വ്യവസായികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതേ സമയത്താണ് ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയിൽ സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിൽ പ്ലോട്ടുകളാക്കി തിരിക്കുന്നതിനുള്ള പ്രവൃത്തികൾ തകൃതിയായി നടക്കുന്നത്. കുന്നിടിച്ചാണ് പ്ലോട്ടുകളാക്കി തിരിക്കുന്നത്. നഗരസഭയുടെ വ്യാവസായിക എസ്റ്റേറ്റിന്റെ വടക്കുവശത്താണ് ഈ സ്ഥലം. പെരിന്തൽമണ്ണ പട്ടിക്കാട് സ്വദേശികളുടേതാണ് ഈ സ്ഥലം. ഈ സ്ഥലം 11 പ്ലോട്ടുകളാക്കി തിരിച്ച് വിൽപ്പന നടത്താനാണ് നീക്കം. പ്രദേശത്ത് കൂടുതൽ വില്ലകൾ ഉയർന്നു കഴിഞ്ഞാൽ വ്യാവസായിക എസ്റ്റേറ്റിൽ തുടങ്ങുന്ന വ്യാവസായിക സംരംഭങ്ങൾക്കെതിരെ എതിർപ്പുകൾ ഉയരുമെന്ന് ഉറപ്പാണ്. ഈ സ്ഥലം പ്ലോട്ടുകളാക്കി വികസിപ്പിക്കുന്നതിന് സ്വകാര്യ വ്യക്തികൾ നഗരസഭയോട് അനുമതി തേടിയിട്ടുമുണ്ട്. വ്യാവസായിക സംരംഭങ്ങൾക്കെതിരെ ഭാവിയിൽ വരാവുന്ന എതിർപ്പുകൾ കണക്കിലെടുത്ത് നഗരസഭ കൃത്യമായ നിബന്ധനകൾ വെച്ച് തന്നെ സ്വകാര്യ വ്യക്തികൾക്ക് അനുമതി നൽകേണ്ടി വരും. വ്യവസായിക ആവശ്യത്തിനു വേണ്ടി പെരിന്തൽമണ്ണ നഗരസഭ എരവിമംഗലത്ത് ഏറ്റെടുത്ത ഭൂമി വ്യവസായ സംരംഭകർക്ക് പാട്ടത്തിന് നൽകാൻ നഗരസഭ തീരുമാനിച്ചു. പെരിന്തൽമണ്ണയിലെ വ്യാവസായിക മുന്നേറ്റം ലക്ഷ്യമാക്കി വ്യാവസായിക സംരംഭങ്ങൾ തുടങ്ങുന്നതിന് 1997-98 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിലാണ് എരവിമംഗലത്ത് 7.5 ഏക്കർ ഭൂമി നഗരസഭ വാങ്ങിയിരുന്നത്. വ്യാവസായിക സംരംഭങ്ങൾ തുടങ്ങാൻ സംരംഭകർക്ക് പ്ലോട്ടുകൾ നൽകുന്നതിനാണ് 1997-98 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെരിന്തൽമണ്ണ നഗരസഭ എരവിമംഗലത്ത് 7.5 ഏക്കർ ഭൂമി വാങ്ങിയത്. പെരിന്തൽമണ്ണയിലെ വ്യാവസായിക പുരോഗതി ലക്ഷ്യമാക്കിയായിരുന്നു പദ്ധതി. എന്നാൽ ഏറ്റെടുത്ത് 15 വർഷത്തോളമായിട്ടും എരവിമംഗലത്തെ വ്യാവസായിക എസ്റ്റേറ്റിൽ ഒരു സംരംഭം പോലും ഇതുവരെയും തുടങ്ങാനായിട്ടില്ല. തുടക്കത്തിൽ ചില സംരംഭകർ മുന്നോട്ട് വന്നെങ്കിലും പിന്നീട് പദ്ധതി ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. വ്യാവസായിക എസ്റ്റേറ്റിനകത്ത് ചെറിയ കെട്ടിടവും കിണറും മോട്ടോർ പുരയും നിർമ്മിച്ചിട്ടുണ്ട്. മുമ്പ് വ്യാവസായിക യൂണിറ്റ് തുടങ്ങാൻ ഉദ്ദേശിച്ച് ഒരു സംരംഭകൻ നിർമ്മിച്ചതാണ് ഈ കെട്ടിടം. ഇവ ഇപ്പോൾ കാടുമൂടിയ നിലയിലാണ്.
വർഷങ്ങളായി വെറുതെ കിടക്കുന്ന സ്ഥലം മറ്റേതെങ്കിലും പദ്ധതികൾക്ക് ഉപയോഗപ്പെടുത്താൻ നഗരസഭ ആലോചിച്ചിരുന്നു. ഇതേ തുടർന്ന് വ്യവസായത്തിന് ഏറ്റെടുത്ത ഭൂമിയിൽ വ്യാവസായിക സംരംഭങ്ങൾ തുടങ്ങണമെന്നാവശ്യപ്പെട്ട് താലൂക്കിലെ ചെറുകിട വ്യവസായികളുടെ സംഘടനയും രംഗത്ത് വരികയും ചെയ്തു. ചെറുകിട വ്യവസായികൾ രംഗത്ത് വന്നതോടെ ഭൂമി പ്ലോട്ടുകളായി വ്യവസായത്തിന് നൽകുന്നതിന് നഗരസഭ തീരുമാനിച്ചിരിക്കുകയാണിപ്പോൾ. ഭൂമി ലേലത്തിലൂടെ നൽകുന്നതിന് നഗരസഭ പാട്ടവ്യവസ്ഥയും പാസാക്കിയിട്ടുണ്ട്. കൂടുതൽ വ്യവസായികൾ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് നഗരസഭയെ സമീപിച്ചതായാണ് അറിവ്. അതേസമയം വ്യാവസായിക എസ്റ്റേറ്റിനോട് ചേർന്ന ഭൂമി പ്ലോട്ടുകളാക്കി മാറ്റി വിൽപ്പന നടത്താൻ സ്വകാര്യ വ്യക്തികൾ കുന്നിടിച്ചു നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജനപ്രതിനിധികൾക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും വികസന സമിതിയോട് താൽപര്യക്കുറവ്. പെരിന്തൽമണ്ണ താലൂക്ക് വികസന സമിതി യോഗങ്ങൾ പ്രഹസനമായി മാറുന്നു. ശനിയാഴ്ച ചേർന്ന താലൂക്ക് വികസന സമിതി യോഗത്തിലും പങ്കെടുക്കേണ്ട പാർട്ടി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും മുഴുവനായും എത്തിയില്ല. താലൂക്ക് വികസന സമിതി യോഗങ്ങൾ പ്രഹസനമായി മാറുകയാണ്. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും പാർട്ടി പ്രതിനിധികളുടെയും പങ്കാളിത്തക്കുറവാണ് പ്രധാന കാരണം. ശനിയാഴ്ച ചേർന്ന പെരിന്തൽമണ്ണ താലൂക്ക് വികസന സമിതി യോഗത്തിൽ താലൂക്കിലെ പകുതിയോളം വരുന്ന പഞ്ചായത്തുകളിൽ നിന്നും പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. താഴെക്കോട്, അങ്ങാടിപ്പുറം, മേലാറ്റൂർ, പുഴക്കാട്ടി, മുറുക്കനാട്, കൂട്ടിലങ്ങാടി, മങ്കട, പുലാമന്തോൾ എന്നീ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാർ യോഗത്തിൽ പങ്കെടുത്തു. നഗരസഭയിൽ നിന്നോ മങ്കട ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നോ താലൂക്ക് വികസന സമിതി യോഗത്തിൽ എത്തിയില്ല. മന്ത്രി മഞ്ഞളാംകുഴി അലിയെ പ്രതിനിധീകരിച്ചു മന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫ് കെ രാജുട്ടി, മങ്കട MLA TA അഹമ്മദ് കബീർ, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK അബൂബക്കർ ഹാജി, തഹസിൽദാർ MT ജോസഫ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. 50ഓളം സർക്കാർ വകുപ്പുകളുടെ മേധാവികളോ പ്രതിനിധികളോ താലൂക്ക് വികസന സമിതി യോഗത്തിൽ പങ്കെടുക്കണം. എന്നാൽ ഇതിൽ പകുതിയോളം പേരും ശനിയാഴ്ച ചേർന്ന വികസന സമിതി യോഗത്തിൽ ഉണ്ടായിരുന്നില്ല. ഇത് ശ്രദ്ധയിൽപ്പെട്ട TA അഹമ്മദ് കബീർ MLA ഇക്കാര്യം ഉടനെ തന്നെ ജില്ലാ കളക്ടറെ അറിയിക്കുകയും ചെയ്തു. 1 മണിക്കൂർ വൈകിയാണ് ശനിയാഴ്ച താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത്. ഒറ്റപ്പാലം നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ട്രാഫിക് കമ്മിറ്റി വിളിച്ചു ചേർക്കാൻ താലൂക്ക് വികസന സമിതി നിർദ്ദേശിച്ചു. ഗതാഗത തടസ്സം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് സമിതി അംഗങ്ങൾ ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. വിവിധ കേസുകളിൽപ്പെട്ട് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷന് സമീപത്തും റോഡിനുമുള്ള വാഹനങ്ങൾ സൃഷ്ടിക്കുന്ന ഗതാഗത തടസ്സം വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. പട്ടാമ്പി, ഷൊർണൂർ മേഖലകളിലും ഇത്തരം പ്രശ്നങ്ങളുണ്ടെന്ന് സ്ഥലത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പട്ടാമ്പി സർക്കിളിന് കീഴിൽ മാത്രം 975ഓളം വാഹനങ്ങളാണ് നീക്കം ചെയ്യാനാകാതെ കിടക്കുന്നതെന്ന് പട്ടാമ്പി CI ദേവസ്യ പറഞ്ഞു. ചെർപ്പളശ്ശേരിയിൽ സർക്കിൾ ഇൻസ്പെക്ടർ ഇല്ലാത്തതിനെ തുടർന്ന് ഉണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങളും ട്രാഫിക് പ്രശ്നങ്ങളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ചു. സമീപകാലത്ത് ഉണ്ടായ ഗൌരവകരമായ വിവിധ പ്രശ്നങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ പോലീസ് വീഴ്ച വരുത്തുന്നതായി പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. ചെർപ്പളശ്ശേരിയിൽ പുതിയ പോലീസ് ഓഫീസർമാരെ നിയമിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും നിലവിലെ പ്രശ്നങ്ങൾ DYSP, SP എന്നിവരുമായി ചർച്ച നടത്തുമെന്നും CP മുഹമ്മദ് MLA വികസന സമിതി യോഗത്തിൽ പ്രസിഡന്റിന് മറുപടി നൽകി. താലൂക്ക് ആശുപത്രിയിൽ മാനേജ്മെന്റ് കമ്മിറ്റി പുനഃസംഘടനയുമായി ഉണ്ടായ വിവാദം ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളിൽ തടസ്സം നേരിട്ടു. ഉപകരണങ്ങൾ വാങ്ങുന്നതിന് ഉൾപ്പെടെ തീരുമാനങ്ങൾ എടുക്കാനാവുന്നില്ല എന്ന് സൂപ്രണ്ട് സമിതിയെ അറിയിച്ചു. ആശുപത്രിയുടെ പുതിയ കെട്ടിടം ചിങ്ങം 1 തുറക്കാനാവുമെന്നും സൂപ്രണ്ട് പറഞ്ഞു. റോഡ് നിർമ്മിച്ച മാസങ്ങൾക്കകം തകരുന്നതിനെപ്പറ്റി വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും സമിതി യോഗം ആവശ്യപ്പെട്ടു. കൈലിയാട് കൃഷ്ണപ്പടി റോഡ് തകർന്ന വിഷയം ചൂണ്ടിക്കാട്ടി CP മുഹമ്മദ് MLA പ്രശ്നം അവതരിപ്പിച്ചത്. കരാറുകാരനെ കൊണ്ടുതന്നെ അറ്റകുറ്റപ്പണി നടത്തിക്കണമെന്നും നിർദ്ദേശിച്ചു. ഒറ്റപ്പാലം തോട്ടക്കരയിൽ മഞ്ഞളിപ്പ് രോഗം ബാധിച്ച നെൽപ്പാടങ്ങൾ കർഷകർ ട്രാക്ടർ ഉപയോഗിച്ച് പൂട്ടി കൃഷി വേണ്ടെന്ന് വെച്ചു. മഞ്ഞളിപ്പും കളയും കാരണം പൂർണ്ണമായും നെൽകൃഷി നശിച്ച സാഹചര്യത്തിലാണ് 75 ഏക്കറോളം സ്ഥലത്തെ നെൽകൃഷി കർഷകർ ഉപേക്ഷിച്ചത്. തോട്ടക്കര കിഴക്ക് പാടശേഖരങ്ങളിലെ നെൽകർഷകർക്കാണ് ഈ വർഷം ആദ്യ വിളവ് ലഭിക്കാതായത്. ഏതാണ്ട് 1 ഏക്കറിന് 10,000 രൂപയോളമാണ് ഇതുമൂലം നഷ്ടം വന്നതെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് പ്രഭാകരൻ പറഞ്ഞു. മഞ്ഞളിപ്പും അതുപോലെ ഈ കളുടെ ശല്യം, വെള്ളമില്ലാത്തതുകൊണ്ട് കളുടെ ശല്യം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഒരു 100 ഏക്കറോളം പാടം പൂട്ടിക്കളയാണ്. അത് ട്രാക്ടർ പൂട്ടിയിട്ട് കളയാണ്. കാരണം കള മുളച്ചിട്ട് അതിൻ്റെ വിത്ത് മൂക്കണതിൻ്റെ മുമ്പേ നമുക്ക് പൂട്ടിക്കളഞ്ഞ് അടുത്ത കൊല്ലെങ്കിലും ശരിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു ഏക്കറയ്ക്ക് 10,000 റുപ്യ കണക്കിന് നഷ്ടം വരും. മഞ്ഞളിപ്പ് ബാധിച്ച നെൽപ്പാടങ്ങളിൽ 2 ദിവസമായി ട്രാക്ടർ ഇറക്കി നെൽച്ചെടികൾ ഉഴുതുമറിക്കുകയാണ്. അടുത്ത വിളയെങ്കിലും നല്ല രീതിയിൽ ഉണ്ടാകാനാണ് മൂപ്പ് വരുന്നതിന് മുമ്പ് തന്നെ പൂട്ടിയിടുന്നതെന്ന് കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രദേശത്തെ 100ഓളം കർഷകരുടെ ആദ്യ പ്രതീക്ഷയാണ് മഴയുടെ അഭാവം മൂലം ഇല്ലാതായത്. വിവിധ തരത്തിലുള്ള പ്രതിരോധ നടപടികൾ കൃഷിവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിലും ഫലം കണ്ടില്ല. കാർഷിക മേഖലയിലെ വിദഗ്ധർ സ്ഥലം പരിശോധിച്ച് മരുന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതിനും പക്ഷേ ഫലം കാണാൻ കഴിഞ്ഞില്ല.
ആശങ്കയുണർത്തി നാട് വരൾച്ചയുടെ ഭീതിയിൽ. ഇതുവരെ 50% മഴ കുറഞ്ഞുവെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ വിലയിരുത്തൽ. രാജ്യത്തിന്റെ കാർഷിക മേഖലയെയാണിത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ചെറുപ്പശ്ശേരി ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മരം മുറിച്ചും മണ്ണെടുത്തും മനുഷ്യൻ പ്രകൃതിയെ നിരന്തരം വേട്ടയാടിയപ്പോൾ അത് തിരിച്ചും പ്രതികരിച്ചു തുടങ്ങി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ രൂപത്തിൽ. തിരുമുറിയാതെ പെയ്യേണ്ട തിരുവാതിരയും മതിമറന്നു പെയ്യേണ്ട മകീര്യവും ചതിച്ചപ്പോൾ വെട്ടിലായത് കാർഷിക മേഖലയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന് 2 കാരണങ്ങളുണ്ടെന്നാണ് നിരീക്ഷകർ പറയുന്നത്. ജ്യോതിശാസ്ത്രപരമായ കാരണങ്ങളും ഭൗമസംബന്ധമായ കാരണങ്ങളും. ഭൂമിയുടെ ഭ്രമണപഥത്തിലെ മാറ്റങ്ങളും അച്ചുതണ്ടിന്റെ ചെരിവും മറ്റും കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുമെന്ന് മിലങ്കോച്ചിന്റെ ആന്തോളന സിദ്ധാന്തത്തിൽ പറയുന്നുണ്ട്. സമുദ്ര ജലപ്രവാഹങ്ങൾക്ക് മുകളിലൂടെ വീശുന്ന കാറ്റ് തീരപ്രദേശങ്ങളിൽ മഴ കൊണ്ടുവരുന്നു. ഭൂമിയുടെ ഭ്രമണപഥത്തിലെ മാറ്റങ്ങളും അച്ചുതണ്ടിന്റെ ചെരിവും മറ്റും കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുമെന്ന് മിലങ്കോച്ചിന്റെ ആന്തോളന സിദ്ധാന്തത്തിൽ പറയുന്നുണ്ട്. സമുദ്ര ജലപ്രവാഹങ്ങൾക്ക് മുകളിലൂടെ വീശുന്ന കാറ്റ് തീരപ്രദേശങ്ങളിൽ മഴ കൊണ്ടുവരുന്നു. മൺസൂൺ കാറ്റുകളുടെ വ്യതിയാനമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിനും പ്രധാന കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ആർത്തലച്ച് പെയ്യേണ്ട മഴയും മഴക്കാലവുമെല്ലാം പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഗതികേടിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നതും. മഴ നനഞ്ഞ വസ്ത്രങ്ങളും പുസ്തകസഞ്ചിയുമായി സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ, സ്കൂൾ വിടുമ്പോൾ കുടയുമായി എത്തുന്ന അമ്മമാർ, മഴ കാരണം ജോലിക്ക് പോകാനാവാതെ നാട്ടിൻപുറത്തെ ചായക്കടകളിൽ ഒത്തുകൂടുന്ന തൊഴിലാളികൾ, ഇതൊക്കെയായിരുന്നു നാട്ടിൻപുറത്തെ മഴക്കാഴ്ചകൾ. അന്നിവർ മഴയെ ശപിച്ചിരുന്നെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹിച്ചിട്ടുണ്ടാകും മഴയെയും മഴക്കാലത്തെയും. പലരും ആശിച്ചു പോകുന്നു ആ നല്ല മഴ ദിനങ്ങൾക്കു വേണ്ടി. ഇടവേള. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തോട്ടത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന എൻഡോസൾഫാൻ നിർവീര്യമാക്കണമെന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു. മേഖലയിൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ വർദ്ധിക്കുന്നത് എൻഡോസൾഫാൻ മൂലമാണോ എന്ന ആശങ്ക താലൂക്ക് സഭയിൽ പങ്കെടുത്തവർ പ്രകടിപ്പിച്ചു. 10 വർഷത്തിലധികമായി തെങ്കര ഗ്രാമപഞ്ചായത്തിലെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തോട്ടത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന എൻഡോസൾഫാൻ നീക്കം ചെയ്യാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് സഭയിൽ ആവശ്യമുയർന്നത്. തെങ്കര ഗ്രാമപഞ്ചായത്തിൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വർദ്ധിച്ചതായാണ് മെഡിക്കൽ റിപ്പോർട്ട്. ഇത് എൻഡോസൾഫാൻ കാരണമാണോ എന്ന് മനസ്സിലാക്കാൻ വിദഗ്ധ പഠനം ആവശ്യമാണെന്നും മെഡിക്കൽ സംഘത്തിന്റെ പരിശോധന ആവശ്യമാണെന്നും സഭയിൽ ആവശ്യമുയർന്നു. സഭയിൽ പങ്കെടുത്ത മുഴുവൻ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾക്കും ഒരേ അഭിപ്രായമായിരുന്നു എൻഡോസൾഫാന്റെ കാര്യത്തിൽ. എന്നാൽ കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ എൻഡോസൾഫാൻ നിർവീര്യമാക്കുന്നതിന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ മണ്ണാർക്കാട് എത്തിയപ്പോൾ ഇക്കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ ഉദ്യോഗസ്ഥ സംഘത്തിന്റെ ഉദ്യമത്തിന് ഇതേ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ എതിരുനിന്നതാണ് അന്ന് എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ കഴിയാതെ പോയത്. പ്രകൃതിക്കോ മനുഷ്യനോ ദൂഷ്യഫലങ്ങളില്ലാതെ എൻഡോസൾഫാൻ നിർവീര്യമാക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് താലൂക്ക് സഭയിലടക്കം കേന്ദ്രത്തിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥ സംഘം ആവർത്തിച്ച് പറഞ്ഞെങ്കിലും അന്ന് ചില രാഷ്ട്രീയ താൽപര്യത്തിന്റെ പേരിലാണ് പാർട്ടി നേതാക്കൾ എതിരുനിന്നതെന്ന് ഇന്നത്തെ താലൂക്ക് സഭയിൽ നിന്നും വ്യക്തമാണ്. താലൂക്ക് സഭ തീരുമാനം സർക്കാരിനെ അറിയിക്കുമെന്ന് തഹസിൽദാർ എ ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. മണ്ണാർക്കാട് ദേശീയപാതയിലെ കുമരമ്പത്തൂർ മുതൽ ആര്യമ്പാവ് വരെയുള്ള ഭാഗങ്ങളിൽ വാഹനാപകടം പതിവാകുന്നു. ഒരു മാസത്തിനിടെ 5 അപകടങ്ങളാണ് ഈ മേഖലയിൽ നടന്നത്. അമിത വേഗം കാരണം ഒരേ സമയം 3-4 വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. നിർത്തിയിട്ട വാഹനങ്ങൾ മറികടക്കുമ്പോഴാണ് അധികവും അപകടമുണ്ടാവുന്നത്. ശനിയാഴ്ച അരിയൂരിൽ നിർത്തിയിട്ട 3 വാഹനങ്ങളെ KSRTC ബസ് ഇടിച്ചു തെറിപ്പിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റിരുന്നു. സ്വകാര്യ ബസ് ആളെ കയറ്റാൻ നിർത്തിയതിനെ തുടർന്ന് ബസിന്റെ പിന്നിൽ നിർത്തിയ ബൈക്കിനെയും കാറിനെയുമാണ് പിന്നിൽ വന്ന KSRTC ബസ് ഇടിച്ചു തെറിപ്പിച്ചത്. അപകടത്തിൽ 4 വാഹനങ്ങളും ഭാഗികമായി തകർന്നു. ഇത്തരത്തിൽ 4 വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട സംഭവം മുമ്പും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ബൈക്കിൽ ചരക്ക് ലോറി ഇടിച്ച് ശ്രീകൃഷ്ണപുരത്തെ ദമ്പതികൾ മരിച്ചത്. അപകടം വർദ്ധിച്ചതോടെ വാഹനങ്ങളുടെ അമിതവേഗത നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഇതോടെ ഉയർന്നിരിക്കുന്നത്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെയും EMS സ്മാരക ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു. ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. PS സുഭദ്ര അധ്യക്ഷത വഹിച്ചു. CN സാജു ശങ്കർ, സി ഹരിദാസൻ, BN കൃഷ്ണൻ, ഡോക്ടർ S അനിജ, ഡോക്ടർ മോഹനൻ, ഡോക്ടർ അസ്മ തുടങ്ങിയവരും സംസാരിച്ചു. ഡോക്ടർ S അനിജ, ഡോക്ടർ മോഹനൻ, ഡോക്ടർ അസ്മ എന്നിവർ രോഗികളെ പരിശോധിച്ചു. 100ഓളം രോഗികൾ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. ഡിവൈഎഫ്ഐ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 15-ന് ശ്രീകൃഷ്ണപുരം ചന്തപ്പുരയിൽ സംഘടിപ്പിക്കുന്ന ഫ്രീഡം റാലിയുടെ പ്രചരണാർത്ഥം നടത്തുന്ന ബ്ലോക്ക് തല കാൽനട പ്രചരണയാത്രയ്ക്ക് തുടക്കമായി. 4 ദിവസങ്ങളായി നടക്കുന്ന കാൽനട പ്രചരണയാത്ര വ്യാഴാഴ്ച പുലാപ്പറ്റ ഉമ്മനേരിയിൽ നിന്നാണ് തുടക്കമായത്. സ്വാശ്രയത്വം സ്വാഭിമാനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി ബ്ലോക്ക് കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് ഈ മാസം 15-ന് നടത്തുന്ന ഫ്രീഡം റാലിയുടെ ഭാഗമായാണ്
ഡിവൈഎഫ്ഐ ശ്രീകൃഷ്ണം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ ശ്രീകൃഷ്ണം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കാൽനട പ്രചരണ ജാഥയിൽ ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പ്രേംകുമാർ ജാഥ ക്യാപ്റ്റനായുള്ള പ്രചരണ ജാഥയാണ് ബ്ലോക്ക് തലത്തിൽ പ്രചരണം നടത്തുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് ഉമ്മനേഴിയിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എം.എ. അരുൺകുമാറാണ് കാൽനട പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്തത്. വെള്ളിയാഴ്ച വൈകിട്ട് മണ്ണമ്പറ്റ സെന്ററിൽ നടന്ന സമാപന പൊതുയോഗം ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് കെ ജയദേവനും, വെള്ളിയാഴ്ച വൈകിട്ട് ശ്രീകൃഷ്ണപുരം ഷെഡ്ഡുംകുന്നിൽ നടന്ന സമാപന യോഗം ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് നിതിൻ കണിച്ചേരിയും ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച വൈകിട്ട് നടന്ന പ്രചരണ ജാഥയുടെ സമാപന പൊതുയോഗം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്യും. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം പി സജീവ് കുമാർ, ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ സി രമേശ് എന്നിവരും ജാഥ അംഗങ്ങളായുണ്ട്. ആഭരണ നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ചെറുപ്പശ്ശേരി ഡിവിഷൻ കമ്മിറ്റി ഐഡന്റിറ്റി കാർഡും പാസ്ബുക്ക് വിതരണവും നടത്തി. CPM ചെറുപ്പശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ ബി സുഭാഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ചെറുപ്പശ്ശേരി ഡിവിഷൻ പ്രസിഡന്റ് എൻ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി VP സോമസുന്ദരൻ, AP സുന്ദരരാജൻ, സേതുമാധവൻ, PP രാജേന്ദ്രപ്രസാദ് എന്നിവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് സംഘടിപ്പിച്ച വ്യാപാരോത്സവത്തിന്റെ ആദ്യ നറുക്കെടുപ്പ് കഴിഞ്ഞ ദിവസം നടന്നു. ഓരോ 10 ദിവസം കൂടുമ്പോഴാണ് നറുക്കെടുപ്പ് സമ്മാനങ്ങൾ നൽകുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് സംഘടിപ്പിച്ച വ്യാപാരോത്സവത്തിന്റെ ആദ്യ നറുക്കെടുപ്പ് മുതുതലയിൽ വെച്ചാണ് നടന്നത്. CP മുഹമ്മദ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. സമിതി മണ്ഡലം പ്രസിഡന്റ് ബാബു കോട്ടയിൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യ നറുക്കെടുപ്പിൽ 5 ഗ്രാം സ്വർണം 5 പേർക്കും 5 മൊബൈൽ ഫോണുമടക്കം 200-ലധികം സമ്മാനങ്ങളാണ് നൽകുന്നത്. നവംബർ 20 വരെ നീണ്ടു നിൽക്കുന്ന വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി 3500 പരം സമ്മാനങ്ങളാണ് നൽകുന്നത്. സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉപഭോക്താക്കൾക്ക് നൽകുന്ന കൂപ്പണുകൾ നറുക്കിട്ടാണ് വിജയികളെ തിരഞ്ഞെടുക്കുന്നത്. അടുത്ത നറുക്കെടുപ്പ് ആഗസ്റ്റ് 13-ന് മുളയങ്കാവിൽ വെച്ച് നടക്കും. ബമ്പർ സമ്മാനമായി 2 ഷെവർലെ ഡീസൽ കാറുകളാണ് വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി നൽകുന്നത്. വ്യാപാരം നടത്തുക എന്നതിലപ്പുറം ഇന്നത്തെ വിപണിയിലെ ഏറ്റവും വലിയ VIP പലപ്പോഴും ഉപഭോക്താവ് ലക്ഷങ്ങളെന്ന കോടികൾ മുടക്കി വ്യാപാരം നടത്തുന്നവനേക്കാൾ ഈ സാധനങ്ങളെല്ലാം വാങ്ങുന്നവനെ VIP ആയി കണ്ടുകൊണ്ടുള്ള വ്യാപാര തന്ത്രങ്ങളാണ് ലോകവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ചും പ്രസക്തിയുണ്ട്. കാരണം ആഗോളവൽക്കരണത്തിന്റെ കാലഘട്ടത്തിൽ അനിവാര്യമായ മത്സരത്തെ അതിജീവിച്ചുകൊണ്ട് വ്യാപാരം വിജയപ്രദമാക്കണമെങ്കിൽ നൂതനമായ വിപണന തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടത് അത്യാവശ്യം. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം RDO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പാലപ്പുറത്തെ പള്ളിയിൽ സെമിത്തേരി പണിത് മൃതദേഹം മറവ് ചെയ്ത കല്ലറകൾ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. പള്ളി സെമിത്തേരി വിരുദ്ധ സമിതി രൂപീകരിച്ചായിരുന്നു സമരം. KSEB ഓഫീസിന് മുമ്പിൽ നിന്നും ആരംഭിച്ച മാർച്ച് RDO ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗം ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ S. ശെൽവൻ ഉദ്ഘാടനം ചെയ്തു. പള്ളി സെമിത്തേരി വിരുദ്ധ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അശോക് കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ഒറ്റപ്പാലം നഗരസഭാ കൌൺസിലർ അഡ്വക്കേറ്റ് K. കൃഷ്ണകുമാർ, ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് K. ഹരീന്ദ്രകുമാർ, ജില്ലാ സെക്രട്ടറി K. അരവിന്ദൻ, P. ഹരിദാസ്, P. പ്രഭാകരൻ, B. മനോഹരൻ, അശോക് കുമാർ, AR രാജൻ, P. ശശികുമാർ എന്നിവർ സംസാരിച്ചു. വൈദ്യുതി ചാർജ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി മണ്ണാർക്കാട് KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മണ്ഡലം പ്രസിഡന്റ് KM കുട്ടി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ട്രഷറർ റഷീദ്, നിസാമുദ്ദീൻ, അഷ്റഫ്, മുജീബ്, നിയാസ്, മുത്തു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മണ്ണാർക്കാട്ടെ പ്രമുഖ വസ്ത്രാലയമായ വസന്തം ടെക്സ്റ്റൈൽസിന്റെ നവീകരിച്ച ഷോറൂം ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം ഗിന്നസ് പക്രു ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 15 വർഷത്തെ വിശ്വസ്തതയുള്ള മണ്ണാർക്കാട്ടെ വസന്തം ടെക്സ്റ്റൈൽസിന്റെ നവീകരിച്ച ഷോറൂം ഇരട്ടി സ്റ്റോക്കോടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്. അതിന്റെ വാർഷികത്തോടനുബന്ധിച്ച് എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കും. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ പ്രോത്സാഹനം തന്നെയാണ്. റംസാൻ ഓണം വിപണി ലക്ഷ്യമിട്ട പുതിയ ട്രെൻഡുകളിലുള്ള വസ്ത്രങ്ങൾ മികച്ച സെലക്ഷനിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അവകാശപ്പെട്ടു. തുണിത്തരങ്ങൾക്ക് പുറമെ ഫുട്വെയർ, ഫാൻസി തുടങ്ങിയവയും കൂടുതൽ സ്റ്റോക്കോടെയാണ് വസന്തം ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു.
പ്രധാന വാർത്തകൾ വീണ്ടും. ചരിത്ര പ്രാധാന്യമുള്ള രായിരനെല്ലൂർ മല പൊതുസ്വത്തായി സംരക്ഷിക്കണമെന്ന കവയത്രി സുഗതകുമാരി. മലകളും കുന്നുകളും ഇടിച്ചു നിരത്തുന്നതിന് സർക്കാർ കൂട്ടുനിൽക്കരുതെന്നും സുഗതകുമാരി. പെരിന്തൽമണ്ണയിൽ കുന്നിടിച്ചു നിരത്തി ഹൌസിംഗ് പ്ലോട്ടുകളാക്കുന്നത് എരവിമംഗലത്തെ വ്യവസായ എസ്റ്റേറ്റിനോട് ചേർന്ന സ്ഥലം. വ്യവസായ പ്ലോട്ടുകൾ പാട്ടത്തിന് നൽകാൻ നഗരസഭാ തീരുമാനം. പരാതി കേൾക്കാനും നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളാനും ഉദ്യോഗസ്ഥരില്ലാതെ താലൂക്ക് സഭകൾ. പെരിന്തൽമണ്ണയിൽ ചുരുക്കം ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും. ഒറ്റപ്പാലത്തും മണ്ണാർക്കാടും പരാതി പ്രളയം. ഒറ്റപ്പാലം തോട്ടക്കരയിൽ മഞ്ഞളിപ്പ് രോഗം ബാധിച്ച നെൽകൃഷി കർഷകർ വേണ്ടെന്ന് വെച്ചു. 75 ഏക്കർ സ്ഥലത്തെ നെൽകൃഷി ഉഴുതുമറച്ചു. മണ്ണാർക്കാട് ദേശീയപാതയിൽ വാഹനാപകടങ്ങൾ പതിവായിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ല. ശനിയാഴ്ച ഒരു KSRTC ഇടിച്ചു തെറിപ്പിച്ചത് നിർത്തിയിട്ട 3 വാഹനങ്ങൾ. ഒരാഴ്ചയ്ക്കിടെ ഉണ്ടായത് 5 അപകടങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.